ഞാൻ പെട്ടെന്നൊരു ഗാനം ഓർത്തുപോയി. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ആ ഗാനം സമർപ്പിക്കുന്നു. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ, കൺമണിയെ കണ്ടു നീ കവിളിൽ തഴുകിയോ നീ. ഈണമൊന്നും ഒക്കത്തില്ല. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ എന്നുള്ള പാട്ടാണ്. ഇന്നിപ്പം നമ്മുടെ രാജ്യത്ത് ഇടയ്ക്കിടെ അങ്ങനെയല്ല പാടേണ്ടത്. ചാണകം മണക്കുന്നല്ലോ കാറ്റേ. കാരണം ഇടയ്ക്കിടെ ഈ ചാണകമണം ഇപ്പോൾ അന്തരീക്ഷത്തിലാകെയുണ്ട്. ചാണകം ഒരു ഔഷധമാണ്. അതിൻ്റെ മണം ഒരു ദേശീയ മണമാണ്. ആ മണത്തെ പരമാവധി ആളുകൾ അകത്തേക്കെടുത്ത് പുറത്തേക്ക് വിടുന്ന യോഗാ പ്രക്രിയ അടക്കമുള്ള ആ ചാണകഗന്ധത്തിൽ ആകെ നമ്മളിങ്ങനെ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. വരാനെന്തേ ഇത്ര വൈകി എന്ന് ചിലപ്പം സംശയം തോന്നും പോലെയാണ് ഞാൻ ഇന്നലെ മുതൽ ഒരാളിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആൾ മറ്റാരുമല്ല, നമ്മുടെ ജമീമ റോഡ്രിഗസ് വിജയിച്ചപ്പോൾ ജീസസിന് നന്ദി പറഞ്ഞത് എല്ലാവരും എങ്ങനെ സഹിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അങ്ങനെ അങ്ങ് സഹിക്കാൻ ഒക്കില്ല ഇപ്പോഴത്തെ ഇന്ത്യയിൽ. അള്ളാഹുവിന് നന്ദി പറയുന്നു, ജീസസിന് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞു പോയാൽ അത് വല്ലാത്തൊരു കുറവായി വിലയിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ കേരളത്തിലെ വിദഗ്ധരാരും അതിനെ സംബന്ധിച്ചൊരു കുറവ് എടുത്തു പറഞ്ഞില്ല. കാരണം കുറവെടുത്ത് പറയാതിരിക്കാൻ കാരണം മുൻപ് അവരുടെ പിതാവിനെ മതം മാറ്റക്കാരൻ എന്ന് വിളിച്ച് ആ കുട്ടിയെയും പിതാവിനെയും ഒക്കെ കൈകാര്യം ചെയ്തത് ഓർമ്മയുണ്ടാകുന്നത് കൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്നു, വന്നൂന്നേ BJP നേതാവ് കസ്തൂരി തന്നെ വന്നു. കസ്തൂരി വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? കസ്തൂരി പറഞ്ഞത്, ഗോഡ് ബ്ലസ് ജമീമ, ജമീമായെ ദൈവം അനുഗ്രഹിക്കട്ടെ, ബട്ട് ഐ കാൺ സ്റ്റോപ്പ് വണ്ടറിങ്. എനിക്ക് ഈ ആശ്ചര്യപ്പെടുന്നത് ഓർക്കാനാവുന്നില്ല, അല്ലെങ്കിൽ തടയാനാവുന്നില്ല. വാട്ട് വുഡ് ഹാവ് ബീൻ ദ റിയാക്ഷൻ ഇഫ് സംവൺ സെയ്സ് ജയ് ശ്രീറാം ഓർ ഹർ ഹർ മഹാദേവ് ഓർ സത് ശ്രീ അകൽ. ഓഹ്, ജയ് ശ്രീറാം എന്നാണ് ആരെങ്കിലും വിളിച്ചതെങ്കിൽ, ഹർ ഹർ മഹാദേവ് എന്നാണ് ആരെങ്കിലും വിളിച്ചതെങ്കിൽ, സത് ശ്രീ അകൽ എന്നാണ് ആരെങ്കിലും വിളിച്ചതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് എനിക്ക് ചിന്തിച്ചിട്ട് നിയന്ത്രിക്കാൻ കഴിയണില്ല. പറയണത് കസ്തൂരിയാണ്. നമ്മുടെ കേരളത്തിലെ അഞ്ജനക്കുട്ടിയെപ്പോലെ നമ്മുടെ മുഖ്യമന്ത്രി പുഴുത്ത് 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 ചാകുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ആ അഞ്ജനക്കുട്ടിയെപ്പോലെ നമ്മുടെ കസ്തൂരിക്കുട്ടി പറയുകയാണ്. അങ്ങനെ ചിന്തിക്കാനേ പറ്റുന്നില്ല. കസ്തൂരിക്കുട്ടി എങ്ങും കേൾക്കുന്നില്ല അത്രേ ഈ ജയ് ശ്രീറാം എന്നുള്ള വിളി. ഇറച്ചി കച്ചവടക്കാരനെയും പള്ളിയിൽ പോകുന്നവനെയും മരിക്കാൻ കിടക്കുന്നവനെയും റോഡിൽ കൂടെ പോകുന്നവനെയും എല്ലാം വിളിച്ച് നിർത്തി ഇത് വിളിപ്പിച്ചിട്ട് അന്നേരം ഒന്നും എൻ്റെ കസ്തൂരി മണമുള്ള ആ കുഞ്ഞിനിത് കേട്ടില്ല. ഇപ്പോൾ ജമീമ ജീസസിനെ വിളിച്ചപ്പോൾ കസ്തൂരിയുടെ മണം ചാണകമണമായി മാറി. പക്ഷേ ഇത് കാര്യമുണ്ട്, ഇതൊരു ചാണകഗന്ധമാണെങ്കിലും ഇത് കസ്തൂരിയേക്കാൾ മണമുള്ളതാകുന്നു എന്ന് വിശ്വസിക്കുന്ന കുറച്ച് കൃസംഗികളുണ്ട് ഇവിടെ. അവരിത് ആവോളം വലിച്ചെടുക്കും, ആവോളം നക്കി കുടിക്കും. എന്ന് മാത്രമല്ല, അവരൊക്കെ കാത്തിരിക്കുകയാണ്. അവരുടെ രക്ഷകരായി ചമഞ്ഞ ഒരുപാട് പേർ ഇലക്ഷന് മത്സരിക്കാൻ പല സ്ഥലത്തും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ എല്ലാവരെയും കൂടി ജയിപ്പിച്ച് ഇതേ കസ്തൂരി മണം പല രൂപത്തിലും ഭാവത്തിലും കേരളത്തിലും നിറച്ചു നിർത്താൻ വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഭംഗിയാക്കി കൊടുക്കണം. ഏതായാലും കസ്തൂരി ഈ 24 മണിക്കൂർ സമയമെടുത്തില്ല ഈ വാർത്ത വന്ന്. ഞാൻ വിചാരിച്ചു ഞാൻ പരാജയപ്പെട്ടു പോകുമോ, ഇതെല്ലാവരും പാടെ അംഗീകരിച്ച് കളയുമോ എന്നൊക്കെ. ഏതായാലും കസ്തൂരി എത്തി അവരുടെ പ്രതിനിധിയായി. ഇനി നിരവധിയായ കസ്തൂരികൾ ഉത്തരേന്ത്യയിൽ നിന്ന് പ്രത്യക്ഷപ്പെടും. ജയ് ശ്രീറാം.